വിദ്യാഭ്യാസ മേഖലയിൽ സംഘർഷവും തല്ലും പോരും വിവാദവും അടിയും സംവാദവും ബഹളവും എല്ലാം കഴിഞ്ഞൊരു സമാധാനത്തിൻ്റെ മഞ്ഞുരുകലിൻ്റെ ഒരു അംശം കാണുന്നുണ്ട്. ശരിക്കും അതിനെ വളർത്തിയെടുക്കണം. എനിക്ക് പിണറായി വിജയനോടും ഡോക്ടർ ബിന്ദുവിനോടും ശിവൻകുട്ടിയോടും മോഹൻ കുന്നുമ്മൽ വി സിയോടും ഗവർണറുടെ അവർകളോടും എല്ലാവരോടും പറയുവാനുള്ളത്, ഇതൊരു ഒരു തിരിവെട്ടമാണ്, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടമാണ്. അതിനെ വളർത്തണം. കാരണം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്. ഇന്നലെ വി സി 1800-1800 സർട്ടിഫിക്കറ്റുകൾ ഒന്നിച്ചൊപ്പിടേണ്ടി വന്നു. എന്തിനങ്ങനെ വരുന്നു? ഒരു ദിവസം എത്ര സർട്ടിഫിക്കറ്റ് ഒപ്പിടാം? കുറേ ദിവസമായി വി സി അവിടെ വന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തൊഴിലില്ല, പഠിച്ചിറങ്ങിയാൽ സ്വകാര്യ കമ്പനികളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ അവർക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അവർക്ക് അപ്പോഴേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന തലമുറയാണ്. അതുകൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള അമാന്തമൊക്കെ വരുന്ന വി സിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല. വി സിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വി സിയുടെ 4 ചുറ്റും തീയിട്ട് കഴിഞ്ഞാൽ വി സിക്ക് അവിടെ പോകാൻ പറ്റുമോ? അപ്പോൾ പല പ്രശ്നങ്ങളാണ്. എന്തായാലും ആ മഞ്ഞുരുകുന്നു. വി സി മന്ത്രിയെ കാണുന്നു, പിന്നെ ഡോക്ടർ ബിന്ദു മന്ത്രിയെ കാണുന്നു. അവർ തമ്മിൽ സംഭാഷണം നടത്തുന്നു. രാജീവ് മന്ത്രിയും വ്യവസായ മന്ത്രിയും പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവും കൂടി ഗവർണറെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. മനോഹരമാണിത്. ഇങ്ങനെയാണ് വേണ്ടത്. എപ്പോഴും ഒരു സമവായത്തിലൂടെയാണ് വേണ്ടത്. തമിഴ്നാടിനെ കണ്ടുപിടിക്കണം. മോഡിയെ നാഗശികാന്തം സ്റ്റാലിനും ടീമും വഴക്ക് പറയും, പള്ളു പറയും, തെറി പറയും. എന്നാലും മോഡി ഗവൺമെൻറ്റിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ അവർ ശ്രമിക്കും. അതുപോലെ ആയിരിക്കണം. ഇവിടെ ഗവർണറുടെ അഭിപ്രായം പറയുന്നു, അവിടെ പിന്നെ ഭാരതാംബയെ വയ്ക്കുന്നു. അത് വേറെ വിഷയമാണ്. അത് പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ വിഷയങ്ങളാണ്. അതും ഭരണവുമായി ബന്ധപ്പെട്ട് പോകരുത്. ഭരണത്തിൻ്റെ വഴിക്ക് പോകണം. അപ്പോൾ അത് നമ്മളിപ്പോൾ വീടല്ല ഇത്. സർക്കാർ ഓഫീസും സർക്കാർ സംവിധാനവും മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത് വീടല്ലല്ലോ. വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ വഴക്കൂടിയാൽ കുറച്ചു നേരം പിണങ്ങിയിരിക്കാം. സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ ഇല്ല. സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മഞ്ഞുരുകുന്നു എന്ന് കേൾക്കുന്നത് വളരെ നല്ല ലക്ഷണമാണ്. ഇതിനെ ഇനി വഷളാക്കി കളയരുത്. കാരണം നമ്മുടെ മീഡിയ ചേട്ടന്മാരെല്ലാം കൂടി ചേർത്ത് പറഞ്ഞ് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി, പിന്നെ പേപ്പട്ടിയെ പാമോയിലാക്കുന്ന രാജ്യമാണിവിടെ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോണം. ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു അനുകൂല സാഹചര്യമാണ്. മന്ത്രിമാർ 2 പേരാണ് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയായിരിക്കും ചുമതലപ്പെടുത്തിയത്. 2 പേർ പോയി സംസാരിക്കട്ടെ. വേണമെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടും സംഭാഷണം നടത്തണം, വി സിമാരുമായിട്ട് സംഭാഷണം നടത്തണം. അതിനിടയിൽ കോഴിക്കോട് നിന്ന് വരുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. സേവാഭാരതിയുടെ മീറ്റിങ്ങിൽ പോയി, സേവാഭാരതിയുടെ മീറ്റിങ്ങിൽ പോയിട്ട് ആളുകൾ പോവുകയോ ഏതെങ്കിലും മീറ്റിംഗ്, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഒരാൾ സേവാഭാരതിയുടെ മീറ്റിംഗ് പോയ അയാൾ സംഖ്യയാവോ? ഒരാളെ CPM മീറ്റിങ്ങിൽ പോയ ആളുണ്ട് കൊങ്ങിയാവോ? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ പോയ ഉടനെ തന്നെ ഇതാവോ? എന്താവാനാണ്? സുഡാപ്പിയാവോ? അങ്ങനെയൊന്നും ആവില്ല. ഒരാൾ മീറ്റിങ്ങിന് പോയതുകൊണ്ടാവുകയുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ചർച്ച ചെയ്യപ്പെടരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സമരം ചെയ്യുമോ? അല്ല ഭാരതാംബയ്ക്ക് അവിടെ ഫോട്ടോ വെച്ച പരിപാടിക്ക് സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുത്തു, അതുകൊണ്ട് ഇനിയിപ്പം ഗവർണർ അവിടെ കയറാൻ പാടില്ല, വി സി കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യമാണെന്ന്. യാതൊരു സെൻസുമില്ലാത്ത കാര്യങ്ങൾക്കല്ലേ കുട്ടികൾ സമരം ചെയ്യുന്നത്? നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാണോ ഇവിടുത്തെ ഈ ഐഡിയോളജിക്കലായിട്ട് ഗവർണറെ തിരുത്താനും മറ്റു കാര്യങ്ങൾ? നിങ്ങൾ വിചാരിച്ച വല്ല നടക്കുന്ന കാര്യമാണോ? നിങ്ങൾ ഒരുപാട് തള്ളിമറിച്ചു. വിദ്യാർത്ഥികൾ ഒരുപാട് സമരങ്ങളുമായിട്ട് ഒരുപാട് തള്ളിമറിച്ച് പാവപ്പെട്ടവരെ പെൺകുട്ടികളും ആൺകുട്ടികൾ അടി വാങ്ങിച്ചു എന്നുള്ള അല്ലാതെ വല്ലത് സംഭവിച്ചോ? നിങ്ങൾ ആരിഫ് ഖാനെ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം തൊടൂല്ല ഇറങ്ങൂല്ല എന്ന്. ആരിഫ് ഖാൻ നല്ല അന്തസ്സായിട്ട് നിന്ന് അദ്ദേഹം പോയില്ലേ? അതുപോലെ ഇപ്പോൾ വന്ന ഗവർണറെയൊക്കെ തൊടാനൊക്കെ പറ്റുന്ന കാര്യമാണ്. അതൊക്കെ ഭരണഘടനാ പദവിയാണ്. നമുക്ക് കുറേ ബഹളമൊക്കെ ഉണ്ടാക്കാൻ ചുമ്മാ അദ്ദേഹം പോയതിന് ശേഷം കമ്പിട്ടൊക്കെ അടിക്കാൻ തറയില്ല. അതില്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അത് പ്രായോഗികമല്ല. അത് ചെയ്താൽ അകത്ത് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായി സുഹൃത്തുക്കളെ, സഹാക്കളെ, കുട്ടികളെ, നിങ്ങളുടെ ഡിമാൻഡുകൾ, പരീക്ഷയ്ക്ക് സമയത്ത് പരീക്ഷ റിസൾട്ട് വരുന്നില്ല, മാർക്ക് വരുന്നില്ല, പിന്നെ നിങ്ങളുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വമൊക്കെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അതിലിപ്പോൾ എന്തായാലും മന്ത്രിതല ചർച്ച, മന്ത്രിമാരുടെ ഒരു സംഘം 2 പേർ ഗവർണറെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മനോഹരമായൊരു വാർത്തയാണ്. അതിലൂടെ മഞ്ഞുരുകട്ടെ. മഞ്ഞുരുകി ഞാൻ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുക, ഇല്ലെങ്കിൽ കോടതി പോവുക. അതിനാണല്ലോ നമ്മുടെ സംവിധാനം. അല്ലാതെ മാധ്യമങ്ങളിൽ ഇട്ടലക്കി ഓരോ ഗവർണറെ ഒന്ന് പറയുക, ഗവർണറെ ബാക്കി എല്ലാ ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് ഗവൺമെൻറ്റിന് അധികാരത്തിൽ വന്നു, തുടർ ഭരണം വന്നെന്ന് വിചാരിക്കുക. 10 വർഷം എടുത്തോളൂ. ഈ 10 വർഷം കൊണ്ട് എല്ലാ സാമൂഹ്യ നവോത്ഥാനവും കൂടി നടത്തിയെടുക്കാൻ മന്ത്രിമാരെ കൊണ്ട് പറ്റുമോ? നിങ്ങളുടെ ജോലി അതല്ല. സാമൂഹ്യ നവോത്ഥാനം നടക്കുന്ന ഒരു പ്രോസസ്സിലൂടെ നടന്നോളും. നിങ്ങൾ നിയമമുണ്ടാക്കും. ഭരണഘടന പറയുന്ന, അല്ലെങ്കിൽ ചട്ടങ്ങൾ അനുവദിക്കുന്ന, ബിസിനസ് ഓഫ് റൂൾസ് പറയുന്ന, പ്രോട്ടോക്കോളുകൾ പറയുന്ന അനുസരിച്ച് രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും പദ്ധതികളും പരിപാടികളും ഉണ്ടാക്കി വികസനം നടപ്പിലാക്കൂ.
അതിനിടയിൽ നിങ്ങൾ സാമൂഹ്യ നവോത്ഥാനം നിങ്ങളുടെ ജോലിയല്ലല്ലോ, അതിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരെ ഏറ്റെടുത്ത് ചെയ്യട്ടെ ഈ ബഹളമൊക്കെ. ആ നിലയിൽ കാര്യങ്ങളെ കാണാൻ നിങ്ങൾക്ക് കഴിയണം. എന്തായാലും സമവായം വരുന്നു എന്നറിയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ സമവായത്തിലൂടെ കുട്ടികളുടെ ഭാവിയാണ് കറക്റ്റാവുന്നത്. സ്കൂളുകളൊക്കെ ഇപ്പോൾ 2 ബന്ദ് നടന്നു. SFIയുടെ ഒരു ബന്ധമുണ്ടായിരുന്നു, വിദ്യാഭ്യാസ ബന്ധമുണ്ടായിരുന്നു, KSUവിൻ്റെ വേറെ ബന്ധമുണ്ടായിരുന്നു, ABVP ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ കോളേജൊക്കെ അടച്ചിടുന്നത്? അതുകൊണ്ട് നന്നായി കാര്യങ്ങൾ നടക്കട്ടെ. ഗവർണർ സർക്കാർ പോരിൻ്റെ മഞ്ഞുരുകട്ടെ. തീർച്ചയായും നമുക്ക് ഐസ്ക്രീം കുടിച്ച് പിരിയാം. എന്തായാലും പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിൽ നിന്ന് മാറ്റി സത്യമായ രീതിയിൽ ഭാവി നീങ്ങട്ടെ. എന്തായാലും ബിരുദ സർട്ടിഫിക്കറ്റിൽ എല്ലാം ഒപ്പിട്ടു എന്നാണ് മോഹൻ കുന്നുമ്മൽ പറയുന്നത്. ബാലൻസ് ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അത് ഒപ്പിട്ട് കൊടുക്കുക. റിസൾട്ടുകൾ കറക്റ്റ് സമയത്തിന് പ്രഖ്യാപിക്കുക. അഡ്മിഷനുകൾ കറക്റ്റ് സമയത്ത് നടത്തണം. ഇതെല്ലാം നടത്തിയാൽ മാത്രമേ പിള്ളേർ കാണുകയുള്ളൂ. 80,000-ഓളം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് എങ്ങനെ മാനേജ് ചെയ്യാം, പുതിയ കോഴ്സുകളിലൂടെയൊക്കെ മാനേജ് ചെയ്യാമെന്നുള്ള കാര്യവും യൂണിവേഴ്സിറ്റി ആലോചിക്കുക. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരിച്ചു പിടിക്കാം.